നല്ല അടിപൊളി ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറി, മീൻ കറി. ആ മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഒന്നും ഉടഞ്ഞിട്ടില്ല. എന്താ എല്ലാം കിടക്കുന്നുണ്ട, മീനൊന്നും ഉടഞ്ഞിട്ടില്ല. ഇതേ നോക്കിയേ. ഓക്കെ, ചക്കക്കുരു ഒക്കെ കണ്ട ഒന്നും ഉടഞ്ഞിട്ട് എല്ലാം വേവും ചെയ്തിട്ടുണ്ടേ. ഞാൻ ഇതെടുത്ത് താഴോട്ടൊന്ന് ഇറക്കിയൊക്കെ. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് 1/2 കിലോ ചെറിയ അയിലേ. മീനിപ്പോൾ എന്ത് പറഞ്ഞാലും മീൻ ഏതായാലും കുഴപ്പമില്ല. പിന്നെ അതിന് 1/2 കിലോ അയില വെട്ടി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, പിന്നെ ഒരു 10-12 ചക്കക്കുരു രണ്ടായിട്ട് പിളർന്നിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 2 മുരിങ്ങയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കക്കുരും കൂട്ടിട്ടുള്ള അയിലക്കറി ഉണ്ടാക്കാനേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം, സ്റ്റൗ കത്തിക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ശകലം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഈ പൊട്ടിയ ഉലുവയിലോട്ട് ഒരു 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കക്കുരു ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ കറിക്ക് ആവശ്യമുള്ള, മീൻ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെ, ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചക്കക്കുരു വേവട്ടെ. തീ ഒന്ന് മീഡിയത്തിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കറിക്കുള്ള അരപ്പ് റെഡിയാക്കേ. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് 4 അല്ലി, 1 അല്ലി കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, ഒരു 6 കഷ്ണം 6-7 കഷ്ണം ചുമന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, സാമ്പാർ ഉള്ളി, അതിട്ട് കൊടുത്ത്, പിന്നെ 1 മുറി തേങ്ങ, ഇതിലോട്ട് ഒരു 2.5 ടീസ്പൂൺ പിരിയം മുളക് പൊടി ഇട്ട് കൊടുത്തേ. എരിക്കനുസരിച്ച് ഏത് മുളക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുത്തോളൂ. പിന്നെ അതിനകത്തൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ കറി നോക്കാം. കറിയല്ല, ചക്കക്കുരു നോക്കാം കറിയതെ. ചക്കക്കുരുവൊക്കെ ഒരു പാതി വേവ് കഴിഞ്ഞേ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ജാറ് കഴുകി ഒഴിക്കാം.
കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് ഈ മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കേ. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് വേവട്ടെ, തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറിയുടെ അരപ്പ് തിളച്ചോന്ന് നോക്കേ. അരപ്പ് തിളച്ച് ഇനി നമുക്കിതിനകത്ത് ഈ മീനിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഈ എടുത്ത് വെച്ചേക്കുന്ന മാങ്ങയില്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ തീ ഇപ്പം ഫുൾ തീ കിടക്കുക. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് സിമ്മിന് തൊട്ട് മേളി വെച്ചിരുന്നാൽ മതി. ഒരു എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് ഇരിക്കട്ടെ. മീനിന് വലിയ വേവൊന്നുമില്ല, 7-8 മിനിറ്റ് വേണം, അത്രയേ ഉള്ളൂ. പിന്നെ മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ആ സമയത്തും വേവും ചെയ്തോളൂ. അപ്പം ഞാനൊന്ന് തീ ഒന്ന് കുറയ്ക്കാം. തിളക്കട്ടെ. തിളച്ചിട്ട് തീ കുറയ്ക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് തുടങ്ങി. ഇനി ഇത് ഞാൻ തീ കുറയ്ക്കുകയാണേ. സിമ്മിനും തൊട്ട് മേളി വെച്ചാൽ മതി. ഈ തീ കിടന്ന് വേണം വെന്ത്. എന്നിട്ട് മീൻ നല്ലതുപോലെ വേവുകയും ചെയ്യും. മീനിനകത്ത് ഉപ്പും പുളിയൊക്കെ പിടിക്കുകയും ചെയ്യും. പിന്നെ തോനെ തീയിട്ട് കൊടുത്തുകൊണ്ട് ഒരു ഗുണവുമില്ല. കാര്യം മീനിൻ്റെ ചാറങ്ങ് പറ്റും. മീനും അധികം വേവില്ല. അപ്പോൾ ഇത് ഒരു 8-9 മിനിറ്റ് കിടക്കട്ടെ. അതിൽ കൂടുതൽ മീൻ വേവിക്കണ്ടേ. ചെറിയ മീനും അല്ലേ ഇത്. അപ്പോൾ ഇത് തിളച്ച് 8 മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി ചുറ്റി കൊടുക്കണേ. നമ്മുടെ ഫിഷ് കറി നോക്കേ. ഓക്കെ, നല്ല മണമുണ്ട്. ഇത് ഞാൻ ശകല എണ്ണ ഒഴിച്ച്, എണ്ണ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. നോക്കിയേ, ആ മീൻ്റെ ഞാൻ അതിശകല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു, വെളിച്ചെണ്ണ. ഇനി ശകല എണ്ണ വേണം ഇതിനകത്ത് താളിച്ചത്. ശകല എണ്ണ മതി, ഇത്തിരി എണ്ണ മതി. 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുള്ളേ. ഈ ചൂടായ എണ്ണയിലോട്ടൊരു 3 പച്ചമുളക് പിളർന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കേ. മതിയേ. ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതില്ലേ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ കറി നോക്കേ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ള കാര്യം. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ്. കറക്കി കൊടുക്കേ. ഓക്കെ, നല്ല അടിപൊളി ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറി, മീൻ കറി. ആ മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഒന്നും ഉടഞ്ഞിട്ടില്ല. എന്താ എല്ലാം കിടക്കുന്നുണ്ട. മീനൊന്നും ഉടഞ്ഞിട്ടില്ല. ഇത് നോക്കിയേ. ഓക്കെ, ചക്കക്കുരുവൊക്കെ കണ്ട ഒന്നും ഉടഞ്ഞിട്ട് എല്ലാം വേവും ചെയ്തിട്ടുണ്ടേ.
ഞാൻ ഇതെടുത്ത് താഴോട്ടൊന്ന് ഇറക്കിയൊക്കെ. ഓക്കെ, നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക ഫിഷ് കറി. എന്താ ടേസ്റ്റ്, എന്തൊരു മണമാണെന്നറിയോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇപ്പം സീസണല്ലേ ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയും മുരിങ്ങയ്ക്കയുടെയൊക്കെ. എന്ത് മുരിങ്ങയ്ക്കയും ചക്കക്കുരു മാങ്ങയൊക്കെ കിട്ടുമെന്നറിയാവോ. അപ്പോൾ ഈ സീസൺ അനുസരിച്ച് ഓരോന്നുണ്ടാക്കുക. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.